ദീർഘശ്വാസം വിടുന്നത് ജാമ്യം എടുക്കാനാണ്. ആണെന്നറിയാമല്ലോ അല്ലേ? സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ആൻസർ അറിയാൻ മേലെങ്കിൽ നമ്മളൊരു ദീർഘശ്വാസമൊക്കെ വിട്ട് അതിനെപ്പറ്റി പഠിച്ച് ഇല്ലാത്ത ആൻസറൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ഡിഷ് പ്രസൻറ്റ് ചെയ്യാൻ പാടുപെടുന്നത്. എന്നാന്ന് വെച്ചാൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ പാടല്ല, ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻകാരനെ ഞാൻ ആരെയും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ എന്നാ ചെയ്യാനാ അല്ലേ? നോൺ വെജ് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ നോൺ വെജ് കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. എന്നാൽ നോൺ വെജ് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്ന സ്ഥിരം കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യില്ല. കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് കൊടുക്കണ്ടേ. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരു പെരട്ടോ അല്ലെങ്കിൽ കറിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനം എന്നേ പറയത്തുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്കും പല വെറൈറ്റി ഓഫ് ഡിഷസ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാൻ പറ്റാതെ ഒന്നുമില്ല. ദൈവാനുഗ്രഹിച്ച ഞാൻ ഇതുവരെ ചെയ്ത റെസിപ്പിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നാ ഒക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ റെയർ ഒരു 2-3 എന്ന് പറയാനൊക്കത്തില്ല, അതിനെക്കാട്ടിലും കൂടുതലാണ് ഞാൻ ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ അടുക്കള ഷെൽഫിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് ചെയ്തിരിക്കുന്നത്. എന്നാലും ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ചൈനീസ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ഒരു 3 സോസ് കരുതുക. പിന്നെ നമ്മുടെ എബ്രോഡായിട്ടുള്ള ഡിഷസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രീമും ചീസും കരുതുക. ഇതെല്ലാം പോയിട്ട് നമ്മൾ എന്താ പറയുക ഹെർബ്സ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് കിട്ടുന്ന കുറേ ലീവ്സ് ഉണ്ട്. അതായത് റോസ്മേരി, തൈമ്, അങ്ങനെ കുറേ ലീവ്സ് ഡ്രൈഡ് കിട്ടും. അതായാലും വാങ്ങിച്ചു വെച്ചാലും മതി. എന്നതായാലും ഇതൊന്നും ചീത്താവാത്ത സാധനങ്ങളാണ്. ഒറിഗാനോ, ദില്ല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലീഫുണ്ട്. അതെല്ലാം ഡ്രൈ മേടിച്ച് വെച്ചാലും അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനകത്ത് വരാനേ ഉള്ളൂ. ഇതൊന്നും എന്നാ പറയുക വലിയ കാര്യമല്ല. പക്ഷേ നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിനോടൊരു ഇഷ്ടം, ഒരു പാഷൻ, ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഒരു സാധനം നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഒരു അപ്രിസിയേഷൻ കിട്ടുക, ഇതൊക്കെ പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെ. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യും, ഓരോ സാധനം മേടിക്കാനുണ്ടെങ്കിൽ അതനുസരിച്ച് ഇന്നുണ്ടാക്കണമെങ്കിൽ ഇന്ന് തന്നെ മേടിക്കുകയല്ല ചെയ്യുക, കരുതുക എന്നൊരു സാധനം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗ്ലൂറിയൻ സ്റ്റൈൽ ചിക്കനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാനൊരു മാംഗ്ലൂർ പ്രോൺസ് കറി ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി അർച്ചന പറഞ്ഞു തന്നതാണ്. ഇപ്പം അർച്ചന അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ മാംഗ്ലൂറിയൻ ഡിഷസ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ചിക്കനാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ ഉള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെയൊക്കെ രീതിയും അവിടുത്തെ കൾച്ചറ്, അവിടുത്തെ ടേസ്റ്റ് ഇതൊക്കെ പഠിക്കും. അതിൽ കൂടുതൽ കണ്ടിരിക്കുന്നവർക്ക് സാമ്പാറായാലും തോരനായാലും എന്നാ കറി വെച്ചാലും ഇച്ചിരി മധുരമാണ്. ഈ പ്രാവശ്യം ചിക്കൻ ചെയ്യുമ്പോഴും ഒരു ഇച്ചിരി മധുരം ചേർക്കാൻ പോവുക. അത് ഏത് മധുരമെന്ന് വെച്ചാൽ ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്. നോക്കാം, ഇതൊരു എന്നാ പറയുക ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ടേസ്റ്റിന് മാംഗ്ലൂറിയൻ ടേസ്റ്റ് ബെസ്റ്റാട്ടോ. മാംഗ്ലൂറിയൻ ഫിഷ് ഫ്രൈ ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രോൺസ്. അപ്പോൾ അതിൻ്റെ 1 among ആണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന ചിക്കൻ. ഇതിന് വേണ്ടിയ സാധനങ്ങളല്ലേ പറഞ്ഞുതരാം. ആദ്യമേ ഉപ്പെടുത്ത് കാണിക്കുന്നത് ശരിയല്ല. അപ്പം എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ഐശ്വര്യമായിട്ട് മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് അരച്ചു വെച്ചതായാലും മതി. പിന്നെ ഇത് വെളുത്തുള്ളിയുടെ. ഇത് പോയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങാ നീര് വേണം. നാരങ്ങാ നീരിന് പകരം വിനീഗർ ചേർക്കാം. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ ആ റോ സാധനം നല്ലതാണല്ലോ. പ്രിസർവേറ്റീവ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒന്നും എടുക്കുന്നതിനെക്കാട്ടിലും ഹെൽത്തും ഇത് തന്നെയല്ലേ. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ കാശ്മീരി മുളക് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ തിളപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റാണ്. ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാമോ എന്ന് ചോദിച്ചാൽ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ മുളക് പൊടി ഇത് പൊടിച്ചെടുത്താൽ മുളക് പൊടിയാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അരച്ച് ചേർക്കുന്നതിന് ഒരു വേറെ ടേസ്റ്റാണ്, മുളക് പൊടി ചേർക്കുന്നതിന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി വറ്റൽ മുളക് കുതിർത്ത് വെച്ചേച്ചോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുവാണേലും ഒന്ന് തിളപ്പിച്ചെടുത്തേച്ച് അരച്ചെടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ശർക്കര ഇത്ര എടുത്തന്നേ ഉള്ളൂ, നമുക്ക് ഇത്ര ആവശ്യമില്ല. പിന്നെ വേണ്ടിയത് വറ്റൽ മുളക് കടുക് വറുക്കാനാണ്. പുറത്തെടുക്കുക, അത് കടുകിട്ടല്ല വറുക്കുക, അതിന് പകരം വറ്റൽ മുളകും കുറച്ച് കാഷ്യൂ, പിന്നെ കുറച്ച് കറിവേപ്പില, അത് മസ്റ്റ്. പിന്നെ ഇതിനകത്ത് ഞാൻ ചിക്കൻ ഏകദേശം 1 കിലോ മേടിച്ചേക്കുന്നത് കഷ്ണമായിട്ടാണ്. ഇതാ ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിത് ഇപ്രാവശ്യം
കുറച്ച് മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. സാധാരണ ചില്ലി ചിക്കൻ കട്ടാണ് ഞാൻ എടുക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു കറി കട്ടാണ് എടുത്തേക്കുന്നത്. ഇതിനെല്ലാം ഉപരി നമ്മളിത് ചെയ്യാൻ പോകുന്നത് നെയ്യിലാണ്. അപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് വരും. അവർ ഏറ്റവും കൂടുതൽ നെയ്യിലാണ് എല്ലാ മിക്ക ഫുഡും ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. 1 കിലോ കോഴിയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കണക്ക് എപ്പോഴും 1.5 ടീസ്പൂൺ വീതവാ. മേടിക്കുവാണെങ്കിൽ 1.5 എടുക്കരുത്, 3/4 ടീസ്പൂൺ. പിന്നെ ഒരു ഇച്ചിരി നാരങ്ങാനീര്. ഇത് ഇത്രയും ചേർത്തേച്ച് ചിക്കൻ ആവശ്യമുള്ളൊരു ഉപ്പ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മേടിച്ചതായതുകൊണ്ട് അതിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുകയില്ല, എന്നാലും ഇച്ചിരി ഉപ്പ്. എന്നിട്ട് ഈ ചിക്കനെ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഈ മസാല നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ എന്നാന്നറിയോ, ഒരു കാര്യം കൂടെ പറയാം. മസാല കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ഇച്ചിരിയും കൂടി എല്ലാം ഒന്ന് ചേർത്തോട്ടെ. അതാ ഞാൻ പറയുന്നത്, എനിക്കെപ്പോഴും കൈയളവാണ്. അന്നേരം എനിക്ക് ഇത്ര എന്ന് പറയാൻ സ്പൂൺ കണക്ക് അറിയത്തില്ല. എനിക്കെപ്പോഴും കൈയളവായതുകൊണ്ട് അല്ലെങ്കിൽ പെരട്ടി നോക്കും അത് മതിയോ എന്ന്, അന്ന് വെച്ച് മാത്രമേ ബാക്കി ഇടത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് വെച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലയില്ലേ, ഏതാ ഈ മുളക് അരച്ച് വെച്ചേക്കുന്ന അതിൻ്റെ ഒരു കുത്തലും പച്ചച്ചോവയും ഇതെല്ലാം ഒന്ന് മാറ്റണം. വേവിച്ചതാ, എന്നാലും അതിനൊരു മുളക് പൊടിക്കൊരു കുത്തലുണ്ട്. ആ കുത്തൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഏത് സാധനമായാലും ശരി, ഇഞ്ചിയും വെളുത്തുള്ളി ആയാലും ശരി, ഏതായാലും അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറ്റിയാൽ മാത്രമേ കറിക്കൊരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാം ഭയങ്കര കൂടുതലാണ് നെയ്യെന്ന്. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റേതായ ടേസ്റ്റിൽ ചെയ്താലല്ലേ അതിന് ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്താലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ മുളകുണ്ടല്ലോ ഈ നെയ്യിലോട്ട് അങ്ങ് ഇടുക. നമ്മൾ ഇത് വേവിക്കാൻ എടുക്കുന്ന വെള്ളം തന്നെ ഒഴിച്ച് ഇത് അരച്ചെടുത്താലും മതി. ഓക്കെ, ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ വെള്ളം ചേർത്ത് എല്ലാം മാറിയിട്ട് ഈ മുളക് അരച്ചതുണ്ടല്ലോ ഒരു മണ്ണിൻ്റെ പോലെ ഇങ്ങനെ തരിതരായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു വേവ്. ഈ സമയത്താണ് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിനകത്തോട്ട് ഇടാനുള്ളത്. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി മുളക് നമ്മൾ അരച്ചത് കുറവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പൊതുവെ എരിവിനോടൊരു ഇച്ചിരി പുറകോട്ടാണ് എനിക്ക് എരിവ് മസാല ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഇച്ചിരി നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ 10 മുളകല്ലേ പറഞ്ഞ, ഇനിയിപ്പോൾ അത് കുറവായി തോന്നിയാൽ, എല്ലാവർക്കും ആ ഒരു കണക്കല്ലല്ലോ, കുറവായി തോന്നിയാൽ വേണമെങ്കിൽ കുറച്ച് ആ മുളകിൻ്റെ കൂടെ ഇച്ചിരി പൊടിയും കൂടെ അരയ്ക്കാം. ഞാനത് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം അതിനായിട്ടുണ്ടാവും. അതിനേക്കാട്ടിലും നല്ലത് ഒരു 2 മുളക് കൂടുതൽ അരച്ചേച്ച് വേണ്ടിയത് ഇടാം, അല്ലെങ്കിൽ ബാക്കി ഒരു കറിക്ക് ഇടാമല്ലോ. അത് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പിലൊക്കെ ഇടാം, പക്ഷെ അവരിടാറില്ല. എനിക്ക് ഈ ഒരു മണവും അതിൻ്റെ ഒരു നിറവും എല്ലാം കണ്ടപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 1 കറിവേപ്പിലെങ്കിലും ഇടണം. ലാസ്റ്റ് കടുക് വറുക്കുന്നുണ്ട്, എന്നാലും ആ കറിവേപ്പില ഇടുമ്പോൾ തന്നെ അതിനൊരു മണം വേറെ.
ഇട്ടിരിക്കുന്ന മസാല ഒരു ഇച്ചിരി ഒന്ന് മുരിഞ്ഞോട്ടെ, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ആ മസാല മുരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുത്തലും ഒന്ന് മാറും. ഈ സമയത്ത് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴുകി വന്നേല് ആ ചിക്കനിൽ നിന്നും കൂടെ ഉള്ള വെള്ളം ഊറിയേച്ചായിരിക്കും അത് വേവുന്നത്. അപ്പൊ പിന്നെ ആ മുരിയലൊന്നും നടക്കുകയില്ല. ഇപ്പൊ മസാല ഒരു ഓൾമോസ്റ്റ് അതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ശർക്കര ഇടാൻ പോകുന്നത്. ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സ്വീറ്റ് ആക്കത്തില്ല. നമുക്കൊരു സ്വീറ്റ്നെസ് വേണം. സാമ്പാറിന് ഏറ്റവും കൂടുതൽ സ്വാദ് ഉണ്ടാവുന്നത് നമ്മുടെ പഴയടം സാറൊക്കെ പറയുന്ന എന്നാ ഇച്ചിരി ശർക്കര ഇട്ട് വേണം സാമ്പാർ വെക്കാൻ. ശരിയാണ്, അദ്ദേഹം പറഞ്ഞ പോലെ ശർക്കര നമ്മൾ സാമ്പാറിനകത്ത് ഒരു ശകലം ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ സാമ്പാറിന് കടു വറക്കുമ്പോൾ നെയ്യിൽ കടു വറക്കണം, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഇത് രണ്ടും ഞാൻ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു ചിക്കൻ കറിയിൽ ഒരു ഇച്ചിരി ശർക്കര ഇട്ടെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അതിന്റെ ടേസ്റ്റ് ഒരു കുറച്ച് കൂടും. മാത്രമല്ല ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഇച്ചിരി മധുരം നല്ല എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ ഇട്ടോളൂ. അവര് ശരിക്കും നല്ലോണം ഇടും, ഞാൻ അത്ര ഇടുന്നില്ല. ശരിക്കും ഞാൻ ആ കറി വെക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു കിലോ ചിക്കൻ ഇപ്പൊ ഞാൻ ഈ എടുത്ത ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ അവർ ശരിക്കും ഏകദേശം നമ്മൾ എടുക്കുന്ന അളവ് കപ്പില്ലേ അതിന്റെ ഒരു 1/4 കപ്പോളം ശർക്കര ഇടും. അപ്പൊ ഞാനൊന്ന് ഉള്ളുകൊണ്ട് ദൈവം ഇത് മധുരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അത്ര മധുരമൊന്നും ഇല്ലായിരുന്നു. എന്നാലും എന്നെ സംബന്ധിച്ച് നമ്മൾ മലയാളികൾ വെക്കുമ്പോൾ നമ്മുടെ നാവിന് രുചി വരുന്ന ഒരു സാധനമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ രുചി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റവും പറയും, ഇതെന്നാ കറിയാ എന്ന് ചോദിക്കുകയും ചെയ്യും. അത് 2 വർഷം നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ശർക്കര ഇടുകയും വേണം, സ്വീറ്റ് ആവാനും പാടില്ല, നമ്മുടെ ടേസ്റ്റിന് വരികയും വേണം. ആ ഒരു രീതിയിൽ ഞാൻ ഇട്ടത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ആണ്. അത്രയും വേണ്ടെങ്കിൽ പോലും ഒരു 1/2 ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാലും മതി. വെരി സിമ്പിൾ ആൻഡ് വെരി ഈസി. ഈവൻ ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്നൊന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ പെരട്ടോ. ഇതൊക്കെ ചിക്കനിൽ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് കറിയാക്കാം, പെരട്ടാക്കാം, എല്ലാം ചെയ്യാം. ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്താ അറിയോ, ഉള്ളി വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്, മറ്റേ ഗ്രേവി ടൈപ്പ് അല്ല. ഓക്കെ, ആ മസാലാസ് കംപ്ലീറ്റ് മൂത്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുക, ചിക്കൻ വേവാനിടുക. ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്താ, ചിക്കൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടു വറക്കണം. അതെന്നാ ചെയ്യണം, ചിക്കൻ വേവാതെ ഞാൻ ഇനി അതും കൂടെ എളുപ്പം പറഞ്ഞു തീർത്താൽ പരീക്ഷ പെട്ടെന്ന് എഴുതി തീർത്ത പോലെയാവും, ക്വസ്റ്റ്യൻ വായിക്കാതെ. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചേച്ച് അടുത്ത പ്രൊസീജിയർ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കടു വറക്കണം. കടു വറക്കണം എന്ന് വെച്ചാൽ കടു ഇടേണ്ടവർക്ക് ഇടാം, പക്ഷെ അവരത് ഇട്ടില്ല, അതുകൊണ്ട് ഞാനത് പഠിച്ചില്ല. ഇടേണ്ടവർക്ക് ഇടാം. അത് ഇട്ടു എന്ന് പറഞ്ഞ സ്വാദ് വ്യത്യാസം വരത്തില്ല. പക്ഷെ കടു വറക്കുന്നത് നെയ്യിലാണ്. ഇത് കംപ്ലീറ്റ്ലി ഈ കറി നെയ്യിൽ ചെയ്യുന്ന ഒരു കറിയാണ്. ഫാറ്റ് ചിക്കനകത്ത് മാക്സിമം കളഞ്ഞേച്ച് നമ്മൾ കറി വെച്ചാൽ മതി. ഇതൊരു നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, ട്രൈ ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നെയ്യ്, കടു വറുക്കാനുള്ള നെയ്യ് മാത്രം. ഇതിനകത്ത് വറ്റൽമുളക്, ഞാനിപ്പോൾ നെയ്ക്കകത്ത് വറ്റൽമുളകും കാഷ്യൂവും കൂടെ ഇട്ടാണ് കടു വറുക്കുന്നത്. കാഷ്യൂ ആക്ച്വലി ഒരു റിച്ച്നെസ് ആണ് കേട്ടോ. അതല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ കടു വറുത്ത് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കപ്ലൻ്റെ ഇട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒരു റിച്ച്നെസ് കിട്ടും,
മാത്രമല്ല മസാലയുടെ കൂടെ ഇടയ്ക്ക് ഒരു കാഷ്യൂണ്ടി കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓപ്ഷനിലാണ്, മസ്റ്റൊന്നും അല്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത്. സോ ഈസി അല്ലേ, എന്നാ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ഉള്ളി അരിയേണ്ട, തക്കാളി അരിയേണ്ട, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ മേടിച്ച് വെക്കാന്നതിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യോ അങ്ങനെ ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ദിസ് ഇസ് ഫോർ ദ ബാച്ചിലേഴ്സ്. ട്രൈ ചെയ്ത് നോക്കുക.